ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട ഏട്ടാ. ഏട്ടാ വേണ്ട. ഏട്ടാ വേണ്ട ഏട്ടാ. അയ്യോ വല്ലേട്ടാ. ഏട്ടാ ഓ ഞാൻ എന്താ വരുന്നു. ഏട്ടാ വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട ഏട്ടാ വേണ്ട ഒന്നുമില്ല, പേടിക്കണ്ട, ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നുമില്ല. എന്താടാ എന്താടാ അവിടെ? എന്താണ് പ്രശ്നം? എന്താ മുതലാളി? ഇവന്മാരാ സാർ പ്രശ്നം. ഇങ്ങോട്ട് പോടാം. ഇവന്മാരെ കൊണ്ടുപോയി അകത്തിട്ട് പൂട്ടു സാറേ. എന്നിട്ട് ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത കേസുകളൊക്കെ ചേർത്ത് കൊടുക്ക. മുതലാളിക്ക് എന്തെങ്കിലും? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ദേ ഇനിയുമാര് പുറം ലോകം കാണരുത്. അത് ഞാൻ നോക്കിക്കോളാം. എന്നാ കൊണ്ടുപോയിക്കോ ഇവന്മാരെ. വരാൻ നടക്കണം കൊടുത്തു. വണ്ടിയെടുക്ക്. ശരി അച്ഛാ. ഏട്ടാ ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ. ഏട്ടാ അമ്മാവന് നകുലേട്ടന് വേണ്ടിട്ടല്ലേ ഈ അടിയെല്ലാം ഉണ്ടാക്കിയത്? എന്നിട്ട് അവര് വേഗം സ്ഥലം വിട്ടല്ലോ. ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്താ ഇത്? നിങ്ങൾ എല്ലാരും കൂടെ അമ്മാവനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവര് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നപ്പോ ജീവനും കൈപ്പിടിച്ചല്ലേ ആ പാവ അവിടെ നിന്ന്. ആ പേടി ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. അത് മതി. വാ നമുക്ക് പോവാം. വാ. ബാലു ബാലു കരയാ? ബാലുവിനോട് കരയില്ലെന്ന് പറഞ്ഞിട്ടല്ലേ മാള് ഇവിടെ നിന്ന് പോയേ? എന്നിട്ടും കരയാ? ഇനി ഇങ്ങനെ കരഞ്ഞ മാളു ബാലുവിനോട് പിണങ്ങും കേട്ടോ. വേദനിക്കുവാ. സാരല്ല, കരയണ്ട കേട്ടോ. കരയണ്ട.
കരയില്ലേ? മോളെ, മോളോട് ഇവിടെ വരരുതെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? പിന്നെന്തിനാ മോള് വന്നത്? മോളെ, മോള് വേഗം മോളുടെ റൂമിലേക്ക് പൊക്കോ. മോൾ ഇവിടെ ഇരിക്കുന്ന കണ്ട മോളുടെ അച്ഛനും അമ്മയും മോളെ വഴക്കു പറയും. മോള് പൊയ്ക്കോ, ഇല്ലെങ്കിൽ മോളെ തല്ലു അവര്. ഇല്ല, ഞാൻ പോവില്ല. ബാലുവിന്റെ വേദന മാറട്ടെ, എന്നിട്ട് ഞാൻ പോവാം. മോളെ പറയുന്ന കേക്ക്. ബാലുവിന് സങ്കടം വന്നാ എനിക്കും സങ്കടം വരും. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നേ. മോളെ, മുത്തശ്ശി പറയുന്ന കേക്ക്. മോൾ ഇപ്പൊ പോ. ഇല്ല, ഞാൻ പോവൂല. ഞാൻ ബാലുവിന്റെ അടുത്തിരുന്നോളാം. അമ്മേ, മാള് ഇവിടെ ഇരുന്നോട്ടെ. ബാലു, നിനക്ക് ഈ കൊണ്ട് അടിയൊന്നും പോരെ. ആ. ഈ മോൾ ഇവിടെ ഇരുന്നാ അവര് ചിലപ്പോ നിന്നെയും കൂടി തല്ലും. അത് കണ്ടു നിൽക്കാൻ എനിക്കിനി വയ്യ. മാളു, മോളെ, ഡി, നിന്നോട് ഞാൻ ഈ നാശം പിടിച്ചവന്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇവനോട് കൂട്ടുകൂടരുന്ന് പറഞ്ഞിട്ടില്ലേ? അമ്മേ, പറഞ്ഞു അനുസരിക്കില്ലല്ലേ? അച്ഛൻ എന്തിനാ ബാലുവിനെ തല്ലേ? നിർത്തടി. ചെറിയ വായി വലിയ വർത്താനം വേണ്ട. കാഞ്ചനെ, ഇവിടെ വിളിച്ചോണ്ട് പോ. വാടി ഇവിടെ. നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് മാളുവിനെ എന്റെ അകത്ത് വിളിച്ച് കേറ്റരുതെന്ന്. ഞാൻ വിളിച്ചിട്ട് വന്നതല്ല. ഞാൻ ഇവന് കൊടുക്കാൻ ഇത്തിരി കഞ്ഞി എടുക്കാൻ പോയ നേരത്ത് മോൾ ഇവിടെ വന്നതാ. നിങ്ങളെ സന്തതിയും കൂടെ എന്റെ മോളെ വഷളാക്കരുത്, പറഞ്ഞേക്കാം. മോനെ വിശ്വം, എനിക്ക് മോനോടൊരു അപേക്ഷയുണ്ട്. ബാലു എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച നിങ്ങൾ ഇവനെ വഴക്കു പറഞ്ഞു, ഇവന്റെ ചെവിക്ക് പിടിച്ചു. പക്ഷെ തല്ലരുത്. ഇവനെന്തെങ്കിലും സംഭവിച്ചു പോയാ ഇവനും നിന്റെ അനിയൻ തന്നെയല്ലേ മോനെ? ഏത് ഗണത്തിലടി ഇവൻ വിശ്വജിത്തിന്റെ സഹോദരനാവുന്നത്? വിശ്വജിത്തിന് ഒരേ ഒരു സഹോദരനേ ഉള്ളൂ, അത് ഇന്ദ്രജിത്താണ്. എന്റെ മകന്റെ മക്കളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഇവർ രണ്ടുപേരെയാ. അല്ലാതെ ഇവന്റെ അമ്മ മരിച്ചപ്പോ എന്റെ മോൻ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന നിന്നെയും അതിൽ അവനുണ്ടായ ഈ സർപ്പസന്തതിയെയും ഈ കുടുംബത്തിലെ അംഗങ്ങളായി ഞാനോ ഇവരോ കണ്ടിട്ടില്ല. അത് നിനക്കറിയാലോ. പിന്നെ എന്തിനാ നീ ഈ ബന്ധവും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? എന്നെയും മോനെ അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങളെ രണ്ടാളെ ഇവിടുന്ന് ഇറക്കി വിടാൻ എത്ര കാലമായി ഞാൻ പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇറക്കി വിട്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ആ ബുദ്ധി കൈ തന്നെ വെച്ചാ മതി. ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടാ നിങ്ങക്ക് കേസിന് പോവാലോ. എന്നിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാലോ. ചാകാ നേരം ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും അച്ഛൻ ഇവന്റെ പേരിൽ എഴുതി വെച്ചതല്ലേ ഞങ്ങൾക്ക് വിനയായത്.